വെൽക്കം ടു ദ ക്വസ്റ്റൻ ആൻസർ സെഷൻ ഓഫ് ക്രിസ്ത്യൻ എലൈറ്റ്. എല്ലാ മാന്യ പ്രേക്ഷകർക്കും ക്രിസ്തുവേശുവിന്റെ ധന്യനാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം. ഐ എം ഡോക്ടർ ഗ്ലാഡിസ് മാത്യൂസ് ഫ്രം ബാംഗ്ലൂർ. വിശുദ്ധ വേദപുസ്തകം ശ്രദ്ധയോടെ വായിക്കുകയും പഠിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിക്ക് സ്വാഭാവികമായും ഉണ്ടാകുന്ന ചോദ്യങ്ങൾക്കും സംശയങ്ങൾക്കും വേദപുസ്തക അടിസ്ഥാനത്തിൽ ഉത്തരം കണ്ടെത്തുക എന്നുള്ളതാണ് ഈ സെഷനിൽ കൂടി ഉദ്ദേശിക്കുന്നത്. പ്രശസ്ത ഹീബ്രു ബൈബിൾ സ്കോളറും വേദ അധ്യാപകനുമായ ഡോക്ടർ ബാബു ജോൺ വേട്ടമല സർ അങ്ങനെയുള്ള നമ്മുടെ ചോദ്യങ്ങൾക്ക് വേദപുസ്തക അടിസ്ഥാനത്തിൽ ആധികാരികമായി മറുപടി തരുവാൻ ഇന്നും നമ്മോടൊപ്പം ഉണ്ട്. വെൽക്കം ടു ദിസ് സെഷൻ സർ. സർ, കഴിഞ്ഞ സെഷൻ നമ്മൾ ക്ലോസ് ചെയ്തപ്പോൾ പൂർത്തീകരിക്കാത്ത ഒരു മറുപടി ഉണ്ട്. ആ ചോദ്യം ഇങ്ങനെയായിരുന്നു: മനുഷ്യ ഹൃദയത്തിൽ ദുശ്ചിന്ത എങ്ങനെ ഉദ്ഭവിക്കുന്നു? വേർ ഡിഡ് ഈവിൽ ഓർ ബാഡ് തോട്ട്സ് കം ഫ്രം? സർ, ഇതിനോടകം ഈ ചോദ്യത്തിന്റെ ഉത്തരത്തിന് എലിമെന്റ്സ് ഓഫ് ക്രിയേഷനെ പറ്റി സാറ് സ്വല്പം പറയുകയുണ്ടായി. ഇതിന്റെ യഥാർത്ഥ വിശദീകരണം ഒന്ന് പറയാമോ? താങ്ക് യു ഡോക്ടർ ഫോർ റേസിംഗ് ദ ക്വസ്റ്റ്യൻ. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ നിർത്തുമ്പോഴും നമുക്ക് ഇതിൻ്റെ ആൻസർ പറയാൻ സമയം കിട്ടിയില്ല. അതുകൊണ്ടാണ് നമുക്ക് ഈ പ്രാവശ്യത്തേക്ക് നമ്മൾ മാറ്റിവെച്ചത്. നമ്മൾ ഇതിൻ്റെ ആൻസർ പറയുമ്പോൾ നമുക്കതിൻ്റെ ചില പ്രിക്കോഷൻസ് ഉണ്ട്. സാധാരണ വേദപുസ്തകം വായിക്കുന്ന ഒരാൾക്ക് ഇത് കിട്ടത്തില്ല. നമ്മൾ ജസ്റ്റ് ഒരു സർഫസിൽ വായിക്കുന്ന ഒരാൾക്ക് ഇത് കിട്ടത്തില്ല. ഈ വായിക്കുന്ന ഒരാൾക്ക് ഇത് കിട്ടത്തില്ല എന്ന് പറയുമ്പോൾ നമ്മൾ അതിലൊരു അണ്ടർസ്റ്റുഡ് എലമെൻ്റ് ഉണ്ട്. അണ്ടർസ്റ്റുഡ് എലമെൻ്റ് എന്ന് പറയുന്നത് ഒരു സാധാരണക്കാരൻ ഇത് അറിയണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നില്ല. സാധാരണ ഒരു വായനക്കാരൻ ഇത് അറിയണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നില്ല. അപ്പോൾ ചോദിച്ചെങ്കിൽ എന്തുകൊണ്ട് ദൈവം ആഗ്രഹിക്കുന്നില്ല എന്ന്. കാര്യം നോളജിന് ലെവൽസ് ഉണ്ട്. നമ്മൾ മുമ്പ് പറഞ്ഞ പോലെ ഒരു പ്രിലിമിനറി നോളജ് ഉണ്ട്, പിന്നെ ഒരു ജനറൽ എല്ലാവരും അറിയേണ്ട നോളജ് ഉണ്ട്, ദെൻ ഈ ഹൈ ഗ്രൗണ്ട് ഓഫ് നോളജിൻ്റെ ഹൈ ഗ്രൗണ്ട് ഉണ്ട്. ഈ നോളജിൻ്റെ ഹൈ ഗ്രൗണ്ട് സാധാരണ പ്രിലിമിനറി ലെവലിലുള്ള ആൾക്കാരിൽ കൊണ്ടുവരുന്ന അപകടകരമാണ്. അതങ്ങനെ ചെയ്യരുത്. അതാ ഒരു കാര്യം. അപ്പോൾ തന്നെ ആളുകൾ വളർച്ചയുടെ ആ വലിയ സ്റ്റേജിലെത്തുമ്പോൾ അവർക്ക് മനസ്സിലാകുകയും ചെയ്യും. ഞാനൊരു എക്സാമ്പിൾ പറയാം. ബാലാമണി അമ്മ എന്ന ഒരു വലിയ എഴുത്തുകാരി ഉണ്ടായിരുന്നു മലയാളത്തിൽ. നല്ല എഴുത്തുകാരിയായിരുന്നു. അവരുടെ ഒരു കവിതയിൽ പറയുന്നത്, അവർ രണ്ടാമത്തെ കുഞ്ഞിനെ പ്രസവിച്ചു കഴിഞ്ഞപ്പോൾ, ഒന്ന് വീട്ടിലാണെന്നുള്ള പ്രസവം, കുഞ്ഞിങ്ങനെ കട്ടിലേ കിടക്കുന്നു. ഒന്നാമത്തെ കുഞ്ഞ് വന്നൊരു ഈ പുതിയ കൊച്ചിനെ കണ്ടതിൻ്റെ അത്ഭുതം ചോദിക്കുക, എങ്ങു നിന്നമ്മയെ പറഞ്ഞു തരിക, എനിക്ക് എങ്ങു നിന്നെത്തി ഈ പിഞ്ചു പൈതൽ, തന്നെ അനുജത്തിയെ തൊട്ട് തലോടിക്കൊണ്ട് എന്നോട് ചോദിച്ചാനേവം ഉണ്ണി. മൂത്ത കുഞ്ഞ് ചോദിക്കുക, ഇതിപ്പോ എവിടുന്ന് വന്നത്? ഇവിടുന്ന് ഇന്ന് പറഞ്ഞ് പറയാൻ പറ്റുമോ എന്നോട്? പറ്റത്തില്ല. ഇനി അത് പ്രോപ്പറായിട്ട് വളർന്നു വരികയാണെങ്കിൽ, മെൻ്റൽ ഗ്രോത്ത് ഉള്ള ചൈൽഡ് ആണെങ്കിൽ, ഗ്രോത്തിൻ്റെ ഒരു സ്റ്റേജിൽ ആരും പറയാതെ അതിന് മനസ്സിലാവുകയും ചെയ്യും. അപ്പോൾ ഹയർ നോളജിൻ്റെ ഒരു കാര്യം എല്ലാ സ്റ്റേജിലും അത് പറയരുത്. ഇനിയും ഇത് പറയുന്ന ആളുകൾ ആരായിരിക്കണം എന്നുള്ള അടുത്ത ചോദ്യം. ഹൂ ക്യാൻ ടെൽ ഇറ്റ്? ഒരു സാധാരണ വേദപുസ്തകം വായിക്കുന്ന ഒരാളോ അല്ല നമ്മൾ പറയുന്ന ഒരു സുവിശേഷകനോ അല്ലെ പാസ്റ്റർ എന്ന് പറയുന്ന ആളിൽ നിന്ന് ഇത്തരം ചോദ്യങ്ങളുടെ ഉത്തരം പ്രതീക്ഷിക്കുകയും ചെയ്യരുത്. അത് അവരിൽ നിന്ന് മറുപടി പറയേണ്ടതല്ല. ഇനി അഥവാ അവരുടെ ഭാവനയിൽ നിന്ന് പറഞ്ഞാൽ, അവരുടെ ഭാവനയിൽ നിന്ന് പറഞ്ഞതാണ്, അങ്ങനെ പറയാൻ വേദപുസ്തകം നമ്മളെ അനുവദിക്കുന്നില്ല. രണ്ടാമത്തെ കാര്യം. ഇനി മൂന്നാമത്തെ ഒരു കാര്യം, അതും ഈ സാധാരണ ഇപ്പം കേൾക്കുന്ന ഒരാളിന് പെട്ടെന്ന് ആശയക്കുഴപ്പം ഉണ്ടാകുന്നതാണ്. ഇതിനെപ്പറ്റി വിശദീകരിക്കുന്നത് തോറയിലാണ്. തോറ, ന്യായപ്രമാണ പുസ്തകങ്ങൾ. ഉൽപ്പത്തി, പുറപ്പാട്, ലേവ്യ, സംഖ്യ, ആവർത്തനം, ഈ 5 പുസ്തകങ്ങൾക്കാണ് ന്യായപ്രമാണ പുസ്തകങ്ങൾ എന്ന് പറയുന്നത്. പക്ഷെ ന്യായപ്രമാണം നമ്മൾ ആകെ എടുക്കുമ്പോൾ യഹൂദന്മാർക്ക് ദൈവം കൊടുത്ത ന്യായപ്രമാണത്തിൻ്റെ 20% റിട്ടൺ തോറയുള്ളൂ, എഴുതിയിട്ടുള്ളൂ. ബാക്കി 80% എഴുതിയിട്ടില്ല. ഇല്ലെന്നല്ല, ഇല്ലായിരുന്നു. അപ്പോൾ
ബാക്കി കാര്യങ്ങൾ ദൈവം മോശയോട് പറഞ്ഞത്, നീ ഇത് ജനത്തോട് മുഴുവൻ പറയണം. അവരെന്ത് ചെയ്യണം? പിതാക്കന്മാർ അവരുടെ മക്കൾക്ക് പറഞ്ഞു കൊടുക്കണം, മക്കൾ അവരുടെ മക്കൾക്ക് പറഞ്ഞു കൊടുക്കണം. ഇങ്ങനെ എല്ലാ ശനിയാഴ്ച, അതായത് ശബത്തിൽ, യഹൂദന്മാർ അവരുടെ വീട്ടിൽ, എല്ലാ വീടുകളിലും ശബത്ത് മീലൊക്കെ ഉണ്ടാക്കിയിരുന്നിട്ട് അപ്പനും മമ്മയും മക്കളും ഒക്കെ ഇരുന്നിട്ട് ഈ ശബത്ത് ഡയലോഗ് ഉണ്ട്. അതിലിത് മുഴുവൻ അപ്പൻ മക്കൾക്ക് പറഞ്ഞു കൊടുക്കുക. അപ്പം മക്കൾ അപ്പനോട് സംശയം ചോദിക്കും, പറഞ്ഞു കൊടുക്കും. ഇതെല്ലാം കഴിഞ്ഞിട്ട് ഇയാള് ഭാര്യ അനുഗ്രഹിക്കണം. ഭാര്യ അനുഗ്രഹിക്കേണ്ട എങ്ങനെയെന്ന് അറിയാമോ? ഈ സദൃശവാക്യത്തിൽ പറഞ്ഞിരിക്കുന്ന സാമർത്ഥ്യമുള്ള ഭാര്യ ആർക്ക് കിട്ടുമെന്നുള്ള അത് തുടങ്ങി അത് മുഴുവനും ബൈഹാർട്ടാക്കിയാണ് ഭാര്യ അനുഗ്രഹിക്കാൻ. അത് കഴിഞ്ഞ് ആൺമക്കളെ രണ്ടുപേരും അനുഗ്രഹിക്കണം. അതിനുള്ള വേർഡ്സ് ഉണ്ട്. എൻ്റെ ഈ രണ്ട് മക്കളും എഫ്രയും മനസ്സിയും പോലെ ആകട്ടെ എന്ന് പറഞ്ഞ് അനുഗ്രഹിക്കണം. അതിന് റീസൺ ഉണ്ട്. അത് കഴിഞ്ഞ് പെൺമക്കളുടെ തലയെ കൈവച്ച് അനുഗ്രഹിക്കണം. എൻ്റെ ഈ രണ്ട് പെൺമക്കളും റാഖേലും ലേയും പോലാകട്ടെ, ഇരുവരുമല്ല ഇസ്രായേൽ ഗ്രഹം പണിത്. അപ്പൊ ഇങ്ങനെ എന്നിട്ട് ഈ തോറ മുഴുവൻ പറഞ്ഞ് കേൾപ്പിക്കണം, കുറച്ചല്ല. അത് കഴിഞ്ഞ് ഉത്സവത്തിന് വരുമ്പോഴും അവിടെ തോറ മുഴുവൻ പറഞ്ഞ് കേൾപ്പിക്കും. ഇതാണ് അവരുടെ ഓറൽ തോറ എന്ന് പറയുന്നത്. ഈ ഓറൽ തോറ പിന്നീട് അവർ ബാബേൽ പ്രവാസി പോയപ്പോൾ അവർക്ക് അങ്ങനെ കൂടി എന്ന് പറയാൻ പറ്റത്തില്ലല്ലോ. ആ സമയത്താണ് ഓറൽ തോറ എഴുതി വെക്കുന്നത്. ഇതാണ് തൽമൂദുകളായിട്ട് പിന്നീട് മാറുന്നത്, തൽമൂദുകൾ. അപ്പോൾ ഈ ഓൾഡ് ടെസ്റ്റ്മെന്റ് പ്രത്യേകിച്ച് ന്യായപ്രമാണോത്സവത്തിൽ പറഞ്ഞിട്ടുള്ള കാര്യം നമുക്കൊരു സാധാരണ ആൾക്കാർക്ക് വായിച്ച് മനസ്സിലാക്കേണ്ടി നമുക്ക് ആവശ്യമുള്ള അറിവ് നമ്മുടെ കയ്യിലിരിക്കുന്ന ബൈബിളിലുണ്ട്. പക്ഷെ മാം എന്നോട് ചോദിച്ചു, അത് നമ്മുടെ ഒരു ആള് ചോദിച്ചു, നമ്മുടെ പ്രോഗ്രാം കണ്ട ഒരാൾ ചോദിച്ച ചോദ്യം, അത് ഇവിടെ ഈ റിട്ടേൺ തോറായിക്കകത്ത് നിൽക്കുന്നതല്ല. നമ്മൾ ഓറൽ തോറായിലേക്ക് പോകണം. തോറായി പോകുമ്പോഴാണ് ഈ എലമെന്റ്സ് ഓഫ് ക്രിയേഷൻ എന്ന ആ ഒരു കാര്യം വരുന്നത്. സൃഷ്ടിപ്പിന് വേണ്ടി ഉപയോഗിച്ച എലമെന്റ്സ്, ഘടകങ്ങൾ എന്തൊക്കെയാണെന്ന് അത് നമ്മൾ സൃഷ്ടിയിൽ നോക്കിയാണ് സൃഷ്ടിപ്പിന്റെ ഘടകങ്ങൾ മനസ്സിലാക്കേണ്ടത്. സൃഷ്ടിയിൽ നോക്കി സൃഷ്ടിപ്പിന്റെ ഘടകങ്ങൾ മനസ്സിലാക്കാം. മിക്കവാറും ആൾക്കാർക്ക് ഒരു നല്ലൊരു ഡിഷ് കണ്ടാൽ, ഒരു ഫിഷ് ഫ്രൈയോ അല്ലെങ്കിൽ ഒരു ചിക്കൻ കുറുമയൊക്കെ കണ്ടാൽ നോക്കുമ്പോൾ അതിനകത്ത് ചിക്കൻ ഉണ്ട്, ഇന്ന കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് മനസ്സിലാക്കാം. മണപ്പിക്കുമ്പോഴും മനസ്സിലാക്കാം, ടേസ്റ്റ് ചെയ്യുമ്പോഴും മനസ്സിലാക്കാം. അവർക്ക് എന്നാലും മനസ്സിലാകത്തില്ല, അത് അവരുടെ നിലവാരം. അപ്പൊ ദൈവത്തിന്റെ സൃഷ്ടി നോക്കിയിട്ട് സൃഷ്ടിപ്പിന്റെ എലമെന്റ്സ് മനസ്സിലാക്കണം. അപ്പം ദൈവം അതാദ്യം പറയുന്നത് വയഹി എരവ് വയഹി വഖർ യോം യഖാദ് എന്നാണ്. വയഹി എരവ് വയഹി വഖർ യോം യഖാദ്. നമ്മളതിന് സന്ധ്യയായി ഉഷസമായി ഒന്നാം ദിവസം. ഇറ്റ് വാസ് ഈവനിങ്, ഇറ്റ് വാസ് മോർണിംഗ്, ദ ഫസ്റ്റ് ഡേ. തീർന്നു, നമുക്ക് സംശയമൊന്നുമില്ല. അത്ര നമ്മൾ മനസ്സിലാക്കിയാൽ മതി. എന്നാൽ ഒരു അധ്യാപകനായ ഞാൻ അങ്ങനെ മനസ്സിലാക്കി എനിക്ക് നിങ്ങളെ പഠിപ്പിക്കാൻ ഒക്കത്തില്ല. അത് നിങ്ങൾക്കും അറിയാമല്ലോ. അപ്പം ഇരുളും വെളിച്ചവും രണ്ട് ഓപ്പോസിറ്റ് ഫാക്ടേഴ്സ് ആണ്. ഈ രണ്ട് ഓപ്പോസിറ്റ് ഘടകങ്ങളെ ഒരു പോയിന്റിൽ കൊണ്ടുവരുമ്പോഴാണ് ഒരു ഫുൾ 24 hours ഡേ നമുക്കുണ്ടാകുന്നത്. അതിൻ്റെ അർത്ഥം രണ്ട് എക്സ്ട്രീം ഓപ്പോസിറ്റ് എലമെന്റ്സിനെ സംയോജിപ്പിച്ചെങ്കിൽ മാത്രമേ ഒരു ക്രിയേഷൻ ഉണ്ടാകത്തുള്ളൂ. ആകാശവും ഭൂമിയും രണ്ട് ഓപ്പോസിറ്റ് അല്ലേ? തെക്കും വടക്കും കിഴക്കും പടിഞ്ഞാറും ഓപ്പോസിറ്റ് അല്ലയോ? അല്ലേ? അപ്പൊ എല്ലാ ക്രിയേഷനിലും എന്തുണ്ട്? എക്സ്ട്രീമായ രണ്ട് എലമെന്റ്സ് ഉണ്ട്. ഇതാണ് നമ്മുടെ ബേസിക് ധാരണ. ഈ ബേസിക് ധാരണ ഒരാൾ കിട്ടുന്നില്ലെങ്കിൽ ക്രിയേഷനെ പറ്റി അയാൾക്ക് ഒന്നും മനസ്സിലാകത്തില്ല. ക്രിയേഷനെ പറ്റി ഒന്നും മനസ്സിലാകത്തില്ല. ഈ ധാരണ നമ്മുടെ മനസ്സിൽ വെച്ചിട്ട് ഇനി നമ്മൾ ദ ബിഹേവിയർ ഓഫ് ക്രിയേഷൻസ് നോക്കണം. ക്രിയേഷൻസിന്റെ ബിഹേവിയർ നോക്കണം. ഞാൻ ഇപ്പോൾ ഒരു ആൻസർ പറയുമ്പോൾ നമുക്ക് സാധാരണ 2-3 മെത്തേഡ്സ് ഉണ്ട്. ഒന്ന് ഇൻഡക്റ്റീവ് മെത്തേഡ് എന്ന്, മറ്റൊന്ന് ഡിഡക്റ്റീവ് മെത്തേഡ് എന്ന് പറയും. അപ്പം നമ്മളൊരു തിയറി പറഞ്ഞിട്ട് ആ
തിയറി സ്ഥാപിക്കുന്നതിന് വേണ്ടി കുറെ എക്സാമ്പിൾസ് കൊടുക്കുന്നതിന് ഇൻഡക്റ്റീവ് മെത്തേഡ് എന്ന് പറയും. ഓക്കെ. മറിച്ച് നമ്മൾ രണ്ടുമൂന്ന് എക്സാമ്പിൾസ് പറഞ്ഞു. ആ എക്സാമ്പിൾസിന്റെ ബേസിസിൽ ഒരു കാര്യം നമ്മൾ സ്ഥാപിക്കുന്നതിന് ഡിഡക്റ്റീവ് മെത്തേഡ്. ഡിഡക്റ്റീവ്. അപ്പൊ നമ്മൾ ഇവിടെ നമുക്കൊരു ഡിഡക്റ്റീവ് മെത്തേഡ് എടുക്കാം. നമ്മുടെ ആൻസർ ഇച്ചിരി ലോങ് ആകും. എങ്കിലേ ആൾക്കാർക്ക് ഒരു പ്രയോജനം ഉണ്ടാകത്തുള്ളൂ. ഒരു ഒറ്റ വേർഡിൽ ഒരു മറുപടി ഇതിന്. സാധാരണ എന്നോട് ചോദിക്കുമ്പോൾ ഞാൻ നിങ്ങൾ അറിയേണ്ട കാര്യമില്ലെന്ന് പറഞ്ഞാൽ വിടത്തേ ഉള്ളൂ. ഇപ്പൊ നമ്മൾ അങ്ങനെ പറഞ്ഞാൽ നമ്മുടെ ഓഡിയൻസിനോട് നമുക്ക് എന്താ റെസ്പെക്ട് ഉള്ളത്? നിങ്ങൾ അറിയണ്ടെന്ന് പറഞ്ഞാല് നമ്മൾ ആദരിക്കുന്നില്ല, നമ്മൾ അവരെ റെസ്പെക്ട് ചെയ്യുന്നില്ലെന്ന് അവർക്ക് മനസ്സിലാകത്തുള്ളൂ. റെസ്പെക്ട് എനിവേ. ഓൾസോ കം ടു ദ പോയിന്റ്. ഇപ്പം ഗുജറാത്തിലെ ഒരു ഗ്രാമത്തിൽ എല്ലാ ദിവസവും രാത്രിയിൽ ഒരു പുലി വരും. പുലി നേരം വെളുക്കുന്ന ഒരു പശുവിൻ്റെ അടുത്തിരിക്കും. നേരം വെളുക്കുമ്പോൾ പുലി അങ്ങ് പോകും. ഇപ്പം ആദിവാസി ഗ്രാമങ്ങളാണ്, അവർക്ക് അവിടെ പേടിയായി. അവർ ഫോറസ്റ്റുകാരെ നാട്ടുകാരെയൊക്കെ അറിയിച്ചു. ഫോറസ്റ്റുകാരൊന്നും കാര്യങ്ങളൊക്കെ അന്വേഷിച്ചപ്പം ഈ പശുവിനെ വേറൊരു ഗ്രാമത്തിൽ നിന്ന് ഇവർ മേടിച്ചതാ. അപ്പൊ അവിടെ പോയി അന്വേഷിച്ചു ഈ സംഭവം. അപ്പൊ പറഞ്ഞ ആ ഗ്രാമത്തിൽ കുറച്ച് മുമ്പ് ഒരു പ്രഗ്നന്റ് ആയ ഒരു പുലി അപകടത്തിൽപ്പെട്ട് അവിടെ വന്ന് പിടഞ്ഞ് വീണ് ആ പുലി അങ്ങ് ചത്തു. ചാകുമ്പോ ഇത് പ്രസവിച്ചു, ഒരു കുഞ്ഞിനെ പ്രസവിച്ചു, ഒരു പുലിക്കുഞ്ഞിനെ. ഈ കുഞ്ഞിന് ഇവരെന്തറിയാമോ, അവരുടെ വീട്ടിലുണ്ടായിരുന്ന ഒരു പശുവിന്റെ പാല് കൊടുത്തു. അത് കഴിഞ്ഞിട്ട് ഇപ്പൊ ഈ പശുവിന്റെ അടുത്ത് കൊണ്ടുപോയി അതിന്റെ അകടെ ഈ പുലിക്കുഞ്ഞിനെ കുടിപ്പിച്ചു. പിന്നെ പുലിക്കുഞ്ഞ് തന്നെ ചാടി കയറി പശുവിന്റെ അകടെ നിന്ന് കുടിക്കാറായി. ഇവര് വലിയ അമ്മയും മോനുമായിട്ട് വളരുക. വലുതായി കഴിഞ്ഞപ്പോൾ പുലി ചാട്ടിക്കടി പോയി, കയറിപ്പോയി. പക്ഷെ ഇവന് പേടി. അവിടെ ചെല്ലുമ്പോൾ പശുക്കളെ കൊന്നു തിന്നുകയില്ലയോ? ഇതുപോലെ ഇവന്റെ അമ്മ പശുവിനെ വല്ല പുലികളും കൊന്നു തിന്നുവോ? ഈ പേടിക്ക് രാത്രിയില് അമ്മ പശുവിനെ കാവലിരിക്കുക. ഒരു ദിവസം നോക്കിയപ്പോൾ പശുവിനെ കാണാനില്ല. പുള്ളി മണം പിടിപ്പിച്ച് എവിടെ അവിടെ പോയി വെളുക്കോളം കാവലിരിക്കുക. അപ്പൊ പശുവിന്റെ അല്ലെ പുലിയുടെ സഹജമായ സ്വഭാവം പശുവിന്റെ കാവലിരിക്കുകയല്ല, അതിനെ കൊന്നു തിന്നുക. ഈ പുലി എന്തിനാണ് ഈ പശുവിന് കാവലിരുന്നത്? അത് നമ്മൾ അനലൈസ് ചെയ്യാൻ പോകുന്ന ഒരു കാര്യമാണ്. രണ്ടാമത്തെ കാര്യം, ഒരേ വീട്ടിൽ ജനിച്ചു വളർന്ന കുഞ്ഞുങ്ങൾക്ക് ഒരുത്തൻ ബോൺ ക്രിമിനലാ, മറ്റവൻ സാത്വികനാ, സാധുവാ. ഒരമ്മയുടെ വയറ്റിൽ ജനിച്ചു വളർന്നു, ഒരമ്മയുടെ അപ്പൻ്റെ മക്കളാ. എന്തുകൊണ്ട് ഒരുത്തൻ ക്രിമിനലും മറ്റൊന്ന് സാത്വികനുമായി? അപ്പം രണ്ടും ഓപ്പോസിറ്റ്സ് അല്ലേ? വൈരുദ്ധ്യമാണ്. ഈ പുലി വ്യാപകമായിട്ട് പശുവിനെ കൊല്ലുന്ന ജീവിയാണ്. ഇവിടെ ഒരു പുലി അതിന് നേരെ ഓപ്പോസിറ്റ്. ഇനി ഇവിടെയാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. എല്ലാ ക്രിയേഷനിലും നമുക്ക് ഈ സസ്യങ്ങൾ എടുക്കാം. ചില സസ്യങ്ങൾ ഭക്ഷിച്ച് നമുക്കല്ല ആരോഗ്യം വരും അല്ലേ? ഞാനൊരിക്കൽ അഗസ്ത്യ ഫോറസ്റ്റിൽ റിസർച്ചിന് പോയപ്പം തളർന്ന് ചെല്ലുക. ഒരു ദിവസം മുഴുവൻ സന്ധ്യയ്ക്ക് അവിടെ ചെല്ലുമ്പം ആദിവാസി എന്നെ വിളിച്ചോണ്ട് ചെടി കാണിച്ചിട്ട് പറഞ്ഞു, സാർ ഇതിന്റെ പേര് ആരോഗ്യ പച്ച എന്ന്. ഒരു ചെടി എന്ന് പറഞ്ഞാൽ ഒരലയാ, ആകെ ഒരു ഇത്രയുള്ള ഒരലയാണ് ഒരു ചെടി. ആ ഇല ചീഞ്ഞ് കഴിയുമ്പോൾ അടുത്ത ഇല വരും, അത്രേ ഉള്ളൂ. ആരോഗ്യം എന്നോട് പറഞ്ഞു, സാർ ഇതിന്റെ 2 ഇല പറിച്ച് തിന്നാൻ പറഞ്ഞു. 2 ഇല എന്ന് പറയുന്നത് ഫുൾ ഫുഡാണ്, ഒരു ദിവസത്തേക്കുള്ള ഫുൾ ഫുഡാണ്. ഒന്നും കഴിക്കണ്ട, വിശക്കത്തുമില്ല, ദാഹിക്കത്തുമില്ല, ആരോഗ്യം. അപ്പൊ തന്നെ എന്റെ അപ്പുറത്ത് കാഞ്ഞിരവും നിപ്പുണ്ട്. അതിന്റെ 2 ഇല പറിച്ച് തിന്നാലോ? കുട്ടിയല്ലേ? ഒരേ മണ്ണില, ഒരേ കാലാവസ്ഥയില, ഒരേ സ്ഥലത്താ. ഒന്ന് ജീവിപ്പിക്കും, മറ്റേത് മരിപ്പിക്കും. അപ്പൊ നമ്മള് ഇത് എവിടെ കണ്ടു? ഈ ഒരു സംഗതി നമ്മള് സസ്യങ്ങളിൽ കാണാം. ഇത് നമുക്ക് ജന്തുലോകത്ത് കാണാം, നമുക്ക് മനുഷ്യരിൽ കാണാം, പ്രകൃതിയിൽ കാണാം. ചില കാലാവസ്ഥ നമ്മളെ കൊന്നുകളയും, ചിലതോ നമ്മളെ ബലപ്പെടുത്തും.
ബലപ്പെടുത്തുന്നു. ദാറ്റ് മീൻസ് രണ്ട് എക്സ്ട്രീം ഓപ്പോസിറ്റ് ഘടകങ്ങളുടെ സംയോജനമാണ് ക്രിയേഷൻ. അപ്പൊ ഈ ഘടകങ്ങളെ നമുക്ക് എന്താ വിളിക്കാവുന്നത്? ഇതിന് ഒന്നിനെ എക്സാർ ധോവ് എന്നും മറ്റേ എക്സാർ ഹാര എന്നും പറയാം. ഇത് രണ്ടും ഹീബ്രു ടെർമിനോളജീസ് ആണ്. ഞാൻ പറഞ്ഞ പോലെ ഇത് സാധാരണ മനുഷ്യർക്ക് മനസ്സിലാകുന്നല്ല, കേട്ടിട്ടില്ല. ഒരു തോറ പഠിച്ച ഒരാൾക്കല്ലാതെ, ഏതാ ഈ ഓറൽ തോറ പഠിച്ചുള്ള ഒരാൾക്കല്ലാതെ ആർക്കും മനസ്സിലാകത്തില്ല. കേട്ടിട്ടേ ഉണ്ടതുപോലെ. എക്സർ തോവ് എന്ന് പറഞ്ഞാൽ ഗുഡ്നെസ്, നന്മ ചെയ്യുന്നതിനുള്ള പ്രവണത, ഇൻക്ലിനേഷൻ ടു ഡു ഗുഡ്. രണ്ട്, എസ്സർ ഹാര എന്ന് പറഞ്ഞാൽ ഈവിൾ ഇൻക്ലിനേഷൻ, തെറ്റ് ചെയ്യാനുള്ള പ്രവണത. ഒരു ഒരു ആളൊഴിഞ്ഞ ഒരു വഴി കൂടി പെങ്കൊച്ചു പോകുന്നു. ചെറുകാര്യം കണ്ടോണ്ട് കുഞ്ഞെ നീ എന്ന് തന്നെ പോകുന്നത് ശരിയല്ലല്ലോ എന്ന് പറഞ്ഞ് കുഞ്ഞിനെ എൻ്റെ വീട്ടിൽ കൊണ്ടുവിടും സേഫായിട്ട്. അതേ പ്രായമുള്ള വേളകൾ കണ്ടാലോ ആ കുഞ്ഞിനെ ഉപദ്രവിക്കും. ഇത് രണ്ടും മനുഷ്യരാണ്, രണ്ട് ഇരുകാലി മൃഗങ്ങളാണ്. ഒരാൾക്ക് അതിനെ സേഫ് ചെയ്യണമെന്നും മറ്റൊരാൾക്ക് അതിനെ ഉപദ്രവിക്കണം തോന്നാൻ കാര്യം എന്താ? ഇവർ രണ്ടുപേരിലും ഈ രണ്ട് എലമെന്റ്സും ഉണ്ട്. ഏത്? എസ്സർ ഹാരായും എസ്സർ തോവും ഉണ്ട്. ഇനി ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത് എവിടെയെന്നറിയാമോ? വെൻ ദേ ആർ ഇൻ ദ മദേഴ്സ് വൂം. അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്ന സമയത്ത് തന്നെ അവിടെയാണ് ഈ ക്രിയേഷൻ നടക്കുന്നത്. ക്രിയേഷന്റെ ഫസ്റ്റ് സ്റ്റേജ് സെല്ലുലർ ക്രിയേഷൻ, സെല്ലുലർ ബർത്ത്. 4 സ്റ്റേജിൽ കൂടെയാണ് ഒരു മനുഷ്യന്റെ ബർത്ത് വരുന്നത്. ഫുൾ ബർത്ത് എന്ന് പറഞ്ഞ്, ഒന്ന് സെല്ലുലർ ബർത്ത്, 2 ഇൻഫന്റ് ബർത്ത്, 3 മോറൽ ബർത്ത്, 4 സോഷ്യൽ ബർത്ത്. ഈ 4 സൈക്കിളിൽ കൂടാണ് ഒരു മനുഷ്യൻ പൂർണ്ണ ബർത്ത്, ജനനത്തിലേക്ക് വരുന്നത്. അപ്പൊ ഈ സെല്ലുലർ ബർത്തിൽ വെച്ച് ഈ 2 എലമെന്റ്സും ഈ കുഞ്ഞിൽ വരികയാണ്. ഇതിനെയാണ് ഭയങ്കരവും അതിശയകരവുമായി എന്നെ സൃഷ്ടിച്ചിരിക്കുന്നു. That means miraculously, I've been miraculously formed എന്ന് പറയുന്നത്. Magnificently and miraculously formed. അത് ആർക്കും അറിയത്തില്ല, ദൈവത്തിന് അറിയാവുന്ന സീക്രട്ടാണ്. ഇനി അടുത്തത്, ഇത് ഏത് എലമെന്റിന്റെ മേലാണ് ഇൻഫ്ലുവൻസ് വരുന്നുള്ളതാണ്. ഇതിൽ ഏത് എലമെന്റിന്റെ മേൽ ഇൻഫ്ലുവൻസ് വരുന്നു? ഇപ്പം ചില ബാക്ക്ഗ്രൗണ്ടിൽ ഈവിൾ എലമെന്റ്സിന്റെ മേൽ മാത്രമാണ് ഇൻഫ്ലുവൻസ് വരുന്നത്. ഈവിൾ എലമെന്റ്സിന്റെ മേൽ ഈവിൾ എലമെന്റ്സിന്റെ മേൽ ഇൻഫ്ലുവൻസ് വന്നത് കാരണം ഇയാള് ഒരു ബോൺ ക്രിമിനലായിട്ട് ജനിക്കും. ഇനി ഈ ഗുഡ് എലമെന്റിന് മേലാണ് ഇൻഫ്ലുവൻസ് വരുന്നെങ്കിൽ ഇയാള് സാത്വികനായിട്ട് ജനിക്കും. ഒരു പുലിക്കുഞ്ഞ് ജനിച്ചു, അതിനെ ആരും ഓടിക്കുന്നില്ല, തല്ലിക്കൊല്ലുന്നില്ല, മനസ്സിലായി, ചേസ് ചെയ്യുന്നില്ല. അതിനെ ഒരു പശു നിലത്ത് കിടന്നു കൊടുക്കുന്നു പാല് കുടിക്കാൻ, അല്ലെ അതിനെ അത് ചാടി പാല് കുടിക്കാൻ ഒരു പശു സമ്മതിക്കുന്നു. അപ്പൊ കെയർ, പ്രൊട്ടക്ഷൻ, ലവ്, അഫെക്ഷൻ, ഈ നല്ല ക്വാളിറ്റി എല്ലാം ഈ കുഞ്ഞു പുലിക്കുട്ടിയുടെ കിട്ടുകയാണ്. അതിന്റെ ബോൺ ഇൻക്ലിനേഷൻ എന്ന് പറയുന്നത് കന്നാലിയെ കൊല്ലുന്നില്ല. പക്ഷെ അതിന്റെ ആ സെല്ലുലർ ബർത്ത് കഴിഞ്ഞ് അതിന്റെ നെക്സ്റ്റ് അതിന്റെ ഇൻഫന്റ് ബർത്തിൽ വന്നപ്പോ അതിന് കിട്ടിയ എലമെന്റ് ഏതാണ്? അതിന്റെ ധോവിനെ അതിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നതാണ്. എസ്സർ ധോവ് ഇൻഫ്ലുവൻസ്ഡ് ആയി. എസ്സർ ധോവ് ഇൻഫ്ലുവൻസ്ഡ് ആയപ്പോ ഈ പുലി സാത്വികനായി, ഈ അമ്മയെ പ്രൊട്ടക്ട് ചെയ്യാണ്. Now the question, ഒരാളിന്റെ ഹൃദയത്തിലാണ് ഈവിൾ തോട്ട്സ് ഫോം ചെയ്യപ്പെടുന്നത്. പക്ഷെ അവിടെ അല്ല വരുന്നത്, വരുന്നത് എവിടുന്നാ? ഇവന്റെ സെല്ലുലർ ബർത്തിൽ ഉണ്ടായ ഇൻഫ്ലുവൻസ്. ഇനി ചിലർ സെല്ലുലർ ബർത്ത് ഓക്കെ ആയിരിക്കും, ഇൻഫന്റ് ബർത്തിൽ ഇൻഫ്ലുവൻസ്. ഇനി ഇൻഫ്ലുവൻസ് ശരിയായിരിക്കും,
മോറൽ ബർത്തിൽ ഇൻഫ്ലുവൻസ്, ദെൻ സോഷ്യൽ ബർത്തിൽ ഇൻഫ്ലുവൻസ്. അപ്പം ഈ ബർത്ത് സൈക്കിളിനെ പറ്റി നമുക്കൊരു ബോധമുണ്ട്. ബർത്ത് സൈക്കിൾസ് ഓക്കെ. ഇത്രയും കാര്യങ്ങൾ നമുക്ക് അറിയാമെങ്കിൽ മാത്രമേ എന്തുകൊണ്ടാണ് ഒരാൾ ഈവിൾ ആകുന്നതെന്ന് അറിയാൻ കഴിയത്തുള്ളൂ. ഓക്കെ. അപ്പം ഫോർ എക്സാമ്പിൾ ഇപ്പം ഈ നമ്മുടെ സൈക്കോളജിയിലാണെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ ഇതിനെപ്പറ്റി പഠിപ്പിക്കുന്നുണ്ട്. പക്ഷേ ഞാനത് പറയുമ്പം നമ്മുടെ കേൾവിക്കാരിലുള്ള സൈക്കോളജിസ്റ്റിന് ഇച്ചിരി ഫീൽ ചെയ്യും. ഞാൻ അവരെ ബിലിറ്റിൽ ചെയ്യാൻ വേണ്ടി പറയല്ല. 2 ബ്രാഞ്ചസ് ഓഫ് സൈക്കോളജി ഉണ്ട്. ഒന്ന് ഈ സിഗ്മണ്ട് ഫ്രോയിഡ് എഴുതിയുണ്ടാക്കിയ മോഡേൺ സൈക്കോളജി. അത് മുഴുവൻ അയാളുടെ ഇമാജിനേഷൻ, അയാളുടെ കറപ്റ്റ് ഇമാജിനേഷനിൽ വന്നതായ കറപ്റ്റ് ഐഡിയാസ് ആണ്. അയാളുടെ കറപ്റ്റ് ഇമാജിനേഷനിൽ വന്ന കറപ്റ്റ് ഐഡിയാസ് ആണ്. നമുക്ക് വേറൊരു സമയം കിട്ടുകയാണ്, നമ്മുടെ ഓഡിയൻസിന് ആവശ്യം ഉണ്ടാകുകയാണെങ്കിൽ അവരിപ്പോൾ ചോദിക്കുകയാണെന്നിരിക്കട്ടെ, സപ്പോസ് ഇയാളുടെ സിഗ്മണ്ട് ഫ്രോയിഡിന്റെ ഫിലോസഫിയിലെ പ്രോബ്ലം എന്താ, സൈക്കോളജി. അറ്റ് ദാറ്റ് ടൈം വി ക്യാൻ ഡിസ്കസ്. കാര്യം നമ്മുടെ ക്വസ്റ്റ്യൻസ് നമുക്ക് പെട്ടെന്ന് കൺക്ലൂഡ് ചെയ്യണം. അതിനു മുമ്പാണ് മനുഷ്യന്റെ മനസ്സുകളെ പറ്റി ഏറ്റവും ആഴത്തിൽ പഠിക്കാൻ കഴിഞ്ഞ ജൂവിഷ് സേജസ്. അപ്പൊ ജൂവിഷ് സേജസ് ആണ് എഴുതിയുണ്ടാക്കിയത് ബിബ്ലിക്കൽ സൈക്കോളജി. അപ്പോൾ ഇയർ 2000 ഞാൻ 99 ഞാൻ UK വരുമ്പോൾ അന്ന് ഇത് നല്ലവണ്ണം പഠിപ്പിക്കുന്ന ഒരു സ്ഥാപനം ഉണ്ടായിരുന്നു. പൊട്ടിപ്പോയി. ഐ ഹാഡ് ദി റയറസ്റ്റ് ഓപ്പർച്യൂണിറ്റി ഓഫ് ജോയിനിങ് ദെയർ. അവിടെ ഞാൻ ഈ ബിബ്ലിക്കൽ സൈക്കോളജി പഠിക്കുന്നത്. ബിബ്ലിക്കൽ സൈക്കോളജി പഠിക്കുമ്പോൾ മാത്രമേ മനുഷ്യന്റെ മൈൻഡ് സെറ്റ് എങ്ങനെയാണ് ഫോം ചെയ്യപ്പെടുന്നത്, ആ മൈൻഡ് സെറ്റിൽ എങ്ങനെയാണ് ഈവിള് വരുന്നത്, എവിടുന്ന ഇത് വരുന്നത്. അപ്പം ഈവിള് വരാൻ കാരണം, ടു ബി വെരി ഓണസ്റ്റ്, സെല്ലുലർ ബർത്തിൽ ഉണ്ടായിരുന്ന അനോമലീസ് ആണ്. അനോമലീസ് ഇൻ ദ സെല്ലുലർ ബർത്ത്. പേരൻസ് അതിനെപ്പറ്റി കെയർഫുൾ ആകാത്തത് കൊണ്ട്, അല്ലെങ്കിൽ എഡ്യൂക്കേറ്റഡ് അല്ലാത്തതുകൊണ്ടും, വെസ്റ്റേൺ സൈക്കോളജിയിൽ അതിനെപ്പറ്റി ഒന്നും പറയാത്തത് കൊണ്ടും. വെസ്റ്റേൺ സൈക്കോളജി ഈ സൈലന്റ് അബൌട്ട് ഇറ്റ്. കാരണം വെസ്റ്റേൺ സൈക്കോളജിയുടെ പിതാവ്, മോഡേൺ സൈക്കോളജിയുടെ പിതാവായ സിഗ്മണ്ട് ഫ്രോയിഡ് തന്നെ വാസ് ദ ഓണർ ഓഫ് എ കറപ്റ്റ് മൈൻഡ് സെറ്റ്. താൻ തന്നെ കറപ്റ്റ് ആയ ഒരു മൈൻഡ് സെറ്റിന്റെ ഓണറാണ്. നേരെ മറിച്ച്, ഇഫ് യു ഗോ ബാക്ക് ടു ദ ജൂവിഷ് സേജസ് ആൻഡ് സിറ്റ് വിത്ത് ദം, സ്റ്റഡി വിത്ത് ദം, അപ്പോഴാണ് നമുക്ക് ഈ യസ്സർ ഹാര എന്ന് പറയുന്നത് എത്രയോ പെർനീഷ്യസ് ആയ, അപകടകരമായ ഒരു എലമെന്റ് ആണ്. അതിനെ എപ്പോഴും ഓവർകം ചെയ്യുന്നതിന് വേണ്ടി ഉള്ള ട്രെയിനിങ് എന്ന് പറഞ്ഞാൽ ശരിയല്ല, ഉള്ള ടീച്ചിങ്സ്, പ്രചോദനങ്ങൾ നമ്മൾ കുഞ്ഞുങ്ങൾക്ക് എപ്പോഴും കൊടുത്തുകൊണ്ടേയിരിക്കണം. ഒരു പക്ഷേ വായിച്ചിട്ടും അല്ലെങ്കിൽ കേട്ടിട്ടുണ്ടായിരിക്കും, ഈ വില്യം ഗോൾഡിങ്ങിന്റെ നൊബേൽ പ്രൈസ് കിട്ടിയ ഒരു നോവലുണ്ട്, ലോർഡ് ഓഫ് ദ ഫ്ലൈസ്. ലോർഡ് ഓഫ് ദ ഫ്ലൈസിനകത്ത് ഈ പാവം കുറെ കുഞ്ഞുങ്ങൾ സെക്കൻഡ് വേൾഡ് വാർ ടൈമിൽ ഒരു സ്കൂളിൽ നിന്ന് അവരെ ഇവോക്കേറ്റ് ചെയ്ത് കൊണ്ടുപോകുമ്പോൾ പ്ലെയിൻ തകർന്നു, ഒരു വില്ലേജ്, ഒരു ദ്വീപിൽ വീഴുന്നു. മനുഷ്യാരുമില്ല, ഇവരെ തെറ്റ് പഠിപ്പിക്കാൻ ഒരു മനുഷ്യനില്ല. പക്ഷെ ആ വളർച്ചയിൽ അവരെല്ലാവരും തെറ്റിൽ ചെന്ന് വീഴുന്നു. ആ ഗ്രാമത്തിൽ, ആ ഐലൻഡിൽ അവരെ തെറ്റ് പഠിപ്പിക്കാൻ ആരുമില്ല. പിന്നെ എങ്ങനെയാണ് അവര് തെറ്റിൽ ചെന്ന് വീണത്? ഇതിനെപ്പറ്റിയുള്ള വില്യം ഗോൾഡിങ്ങിന്റെ നോവലാണ് ലോർഡ് ഓഫ് ദ ഫ്ലൈസ്. ലോർഡ് ഓഫ് ദ ഫ്ലൈസ് എന്ന് പറഞ്ഞാൽ നമ്മൾ മലയാളത്തിലോട്ട് ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പം, നമ്മുടെ മലയാളം ട്രാൻസ്ലേറ്റ് ചെയ്ത് ഈ ഫ്ലൈസ് എന്ന് പറഞ്ഞ ശലഭങ്ങൾ, ഈച്ചകൾ, ശലഭങ്ങളുടെ അധിപനാന്ന് വിചാരിച്ച എഴുതിയത്. ഈ ഫ്ലൈസ് എന്ന് പറഞ്ഞാൽ ഫോളൻ ഏഞ്ചൽസ്. ഫോളൻ ഏഞ്ചൽസിന്റെ അധിപനാണ് ലൂസിഫർ. ഇത് നമ്മുടെ നോവൽ വായിച്ച മലയാളികൾക്ക് മനസ്സിലായില്ല. ശരിക്കും ആരാണ് ഈവിൾ ഇൻഫ്ലുവൻസ് കൊണ്ടുവരുന്നത്? അയാൾക്ക് ഈവിൾ ഇൻഫ്ലുവൻസ് കൊണ്ടുവന്നത് വർക്ക് ചെയ്യാനുള്ള ഒരു സ്പേസ് നമ്മുടെ ക്രിയേഷനിലുണ്ട്. ക്രിയേഷനിലെ ഒരു എലമെന്റ് ആണ് യസ്സർ ഹാര. യസ്സർ ഹാരയെ ലോർഡ് ഓഫ് ദ ഫ്ലൈസ് ഇൻഫ്ലുവൻസ് അനുവദിച്ചാൽ നമ്മൾ ഈവിളിലേക്ക് തിരിയും. എൻ്റെ ഫൈനൽ ആൻസർ ആണ്, യസ്സർ ഹാരയെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ
ലോർഡ് ഓഫ് ദ ഫ്ലൈസ് ലൂസിഫറിനെ അനുവദിച്ചാൽ അയാളിൽ എപ്പോഴും ഈവിൾ ചെയ്യാനുള്ള പ്രവണത ഉണ്ടായിരിക്കും. പക്ഷെ ആ ഇൻഫ്ലുവൻസ് നമ്മളുടെ ശ്വാസം പോകുന്ന അവസാന നിമിഷം വരെ എല്ലാവരിലും ഉണ്ട്. പിന്നെ അതിനെ സപ്പോർട്ട് ചെയ്യാത്തതുകൊണ്ട് അത് എലമെന്റ്സ് കുറഞ്ഞിരിക്കും. അതിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു കാര്യത്തിലോ അത് കൂടി വരും. നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് അതിനൊരു സിമ്പിൾ ലോജിക്ക് പറഞ്ഞു തന്നു. നന്മയാൽ തിന്മയെ ജയിക്കുക. യത്സത്വവിനെ നിങ്ങൾ എപ്പോഴും പരിപോഷിച്ചുകൊണ്ടിരുന്നാൽ യത്സർഹാര ഉയരത്തില്ല. ജയിക്കാനുള്ള അവസരം. ആ സിമ്പിൾ ലോജിക്കാണ് നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് പറഞ്ഞത്. ഐ നോ മൈ ആൻസർ വാസ് എ ബിറ്റ് ലോങ്കർ. പക്ഷെ അത്രയെങ്കിലും പറയാതെ ഈ കാര്യം നമുക്ക് ഒരു ഐഡിയ നമ്മുടെ ഓഡിയൻസിന് കൊടുക്കാൻ കഴിയത്തില്ല. ഓക്കെ, അപ്പം ദാറ്റ്സ് മൈ എക്സ്ട്രീം ലിമിറ്റ്. എന്റെ എക്സ്ട്രീം ലിമിറ്റ് ആണ്. അതിനപ്പുറം എനിക്ക് പറയാൻ പറ്റത്തില്ല. വെരി കൺവിൻസിങ് ആൻസർ സർ. ബട്ട് ഇതിനോടനുബന്ധിച്ച് കഴിഞ്ഞ എപ്പിസോഡിൽ നിന്ന് ഒരു പ്രേക്ഷകൻ ഒരു ചോദ്യം ചോദിച്ചിട്ടുണ്ട്. പ്ലീസ് എക്സ്പ്ലെയിൻ വേർ ഡസ് ദ സിൻ കം ഫ്രം? പാപത്തിന്റെ ഉത്ഭവം എവിടെ നിന്നാണ്? പാപത്തിന്റെ ഉത്ഭവം എവിടെ നിന്നാണെന്നുള്ളത് യത്സർ ഹാരായെ നിങ്ങൾ തൊടുന്നതാണ് അതിന്റെ ആരംഭം. എക്സാമ്പിൾ പറയാൻ പോവാണ്. തിന്നരുത് എന്ന് പറഞ്ഞ ആ വൃക്ഷത്തിന്റെ അവിടെ പോയി നിൽക്കുന്നതിന് ലോർഡ് ഓഫ് ദ ഫ്ലൈസ്, മനസ്സിലായ ആളിനെ, മനസ്സിലായി, ഈവിനെ പ്രേരിപ്പിച്ചു. ഇതുപോലെ ചെയ്യരുതെന്ന് നിന്നോട് പറഞ്ഞ കാര്യങ്ങൾ ചെയ്യണമെന്ന് നിന്റെ മനസ്സിൽ ഒരാൾ തോന്നൽ കൊണ്ടുവരും. അതാണ് എല്ലാ ഈവിളിന്റെയും പാപത്തിന്റെയും ഉത്ഭവം. അതാണ് പാപത്തിന്റെ കാരണം. പാപം എന്ന ടോപ്പിക്സ് എന്നൊരു വീഡിയോ ഞാൻ ചെയ്ത് നമ്മുടെ ഈ ഇതിനകത്തിട്ടുണ്ട്. ഏതാ ക്രിസ്ത്യൻ സെലിബ്രിറ്റിട്ടുണ്ട്. വെരി ഈസി ടു ഫൈൻഡ് ഔട്ട്. സിൻ എന്ന് നോക്കിക്കഴിഞ്ഞാൽ അത് മുഴുവൻ എക്സ്പ്ലെയിൻ ചെയ്തു. കാര്യം അതൊരു 1.5 മണിക്കൂറിന്റെ ടോപ്പിക്സ്. കാരണം എയ്വാൻ, ഭാഷ ആൻഡ് ഖട്ട, ഈ 3 സ്റ്റേജിൽ ഡെവലപ്പ് ചെയ്ത് വരുന്ന ഒരു ക്യാരക്ടർ ഡിസോർഡറിന്റെ പേരാ സിൻ എന്ന് പറയുന്നത്. എയ്വാൻ, ഭാഷ, ഖട്ട. ഇങ്ങനെ പറയുമ്പോൾ ആർക്കും മനസ്സിലായിട്ടില്ല, അതെനിക്കറിയാം. ഈ 3 പ്രോസസ്സ് മെന്റൽ പ്രോസസ്സാണ്. ഈ പ്രോസസ്സിൽ കൂടെ ഡെവലപ്പ് ചെയ്ത് വരുന്ന ഒരു ഫൈനൽ റിസൾട്ട്, എൻഡ് റിസൾട്ടിന്റെ പേരാണ് സിൻ എന്ന് പറയുന്നത്. അത് ഞാൻ പറഞ്ഞ പോലെ ബിബ്ലിക്കൽ സൈക്കോളജിയിൽ അതിനെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളൂ. അത് ഓറൽ തോറായിലെ അതിൻ്റെ ലെസൺസ് ഉള്ളൂ. ഞാൻ അതിനെപ്പറ്റി ഒരു വീഡിയോ ഉണ്ടാക്കി നമ്മുടെ ക്രിസ്ത്യൻ സെല്ലിൽ ഇട്ടിട്ടുണ്ട്. സോ പീപ്പിൾ can easily find out more about it if they want to. വേണമെന്നുണ്ടെങ്കിൽ അവർക്ക് അത് നോക്കി മനസ്സിലാക്കാം. താങ്ക് യു സർ, താങ്ക് യു വെരി മച്ച്. വെൽക്കം. കഴിഞ്ഞ എപ്പിസോഡിൽ, അത് 5-ാമത്തെ എപ്പിസോഡിൽ നിന്ന് വേറൊരു ചോദ്യമുണ്ട്. റോമാലേഖനം 11-ാം അധ്യായം 25-ാം വാക്യത്തിൽ ജാതികളുടെ പൂർണ്ണസംഖ്യ ചേരുവോളം ഇസ്രായേലിന് അംശമായി കാഠിന്യം ഭവിച്ചിരിക്കുന്നു. അതുപോലെ ലൂക്കോസിന്റെ സുവിശേഷം 21-ാം അധ്യായം 20-ാം വാക്യത്തിൽ സൈന്യങ്ങൾ യെരൂശലേമിനെ വളഞ്ഞിരിക്കുന്നത് കാണുമ്പോൾ അതിന്റെ ശൂന്യകാലം അടുത്തിരിക്കുന്നു എന്ന് അറിഞ്ഞുകൊള്ളുവേൻ. ഈ വാക്യങ്ങളുടെ യഥാർത്ഥമായ പൊരുൾ എന്താണ്? ഈ വാക്യങ്ങളുടെ പൊരുൾ തിരിച്ചറിഞ്ഞേ പറ്റത്തുള്ളൂ. ഇല്ലെങ്കിൽ വലിയ പ്രോബ്ലമാണ്. കാരണം വെച്ചാൽ നമ്മളെല്ലാവരും ഇറ്റേണൽ ലൈഫ് അല്ലെങ്കിൽ നിത്യജീവൻ, നിത്യതയിൽ കർത്താവിനോടുകൂടി എന്നുള്ള ആഗ്രഹത്തിൽ ജീവിക്കുന്നവരാ. പക്ഷേ അതിൻ്റെ ഫൈനൽ പോയിന്റ് വരുമ്പോൾ നമുക്ക് ലക്ഷ്യം തെറ്റിപ്പോകാതിരിക്കട്ടെ. ഇപ്പം റാന്നിന്ന് കാറ് തിരിച്ചു ട്രിവാൻഡ്രം എയർപോർട്ടിൽ പോകാൻ, ഏതാണ്ട് പാളയത്തിൽ നിന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരു പിടിയില്ലാതായി പോയി. അങ്ങ് വിട്ടു, കന്യാകുമാരിക്ക് പോവുക. മനസ്സിലെ വിട്ടു, കന്യാകുമാരിക്ക് നാഷണൽ ഹൈവേയിൽ കിടക്കുക, അടിച്ചങ്ങ് വിട്ടു. ഇത് പറയുമ്പോഴാണ് ഇതുപോലെ പല ക്രിസ്ത്യ ജീവിതവും നമ്മൾ എവിടെ ചെന്ന് അവസാനിക്കാൻ പോകുന്ന വലിയ പിടിയില്ല. ഈ കാര്യങ്ങളൊക്കെ എൻഡ് ടൈം പ്രോഫസിയുമായിട്ട് റിലേറ്റഡ് ആയതാണ്. നമുക്ക് 2-ാമത്തെ ചോദ്യം ആദ്യം മറുപടി പറയാം, പിന്നെ നമുക്ക് ആദ്യത്തെ ചോദ്യത്തിലേക്ക് വരാം. നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് താൻ ക്രൂശീകരിക്കപ്പെടുന്നത് ഒരു വെള്ളിയാഴ്ചയാണെങ്കിൽ
ചൊവ്വാഴ്ച വൈകിട്ട് യെരുശലേം ദേവാലയത്തിൽ ഇറങ്ങി വരിക. ഓക്കെ. അപ്പം യെരുശലേം വരുന്ന പഠിപ്പിച്ചത് മുഴുവനും ഈ അന്ത്യകാലത്തെ പറ്റിയാണ്, എൻഡ് ടൈമിനെ. അപ്പം എൻഡ് ടൈമിനെ പറ്റി ഞാൻ 3 കാര്യങ്ങൾ പറഞ്ഞു. ഒന്ന് പറഞ്ഞു, പിന്നെ യെരുശലേം ശൂന്യമായി പോകുമെന്ന് പറഞ്ഞു. ശൂന്യമായി പോകുമെന്ന് പറഞ്ഞു. 2, താൻ തിരിച്ചു വരുമെന്ന് പറഞ്ഞു. ഞാൻ കുറഞ്ഞോ നിങ്ങൾ എന്നെ കാണത്തില്ല, ഞാൻ എൻ്റെ പിതാവിൻ്റെ അടുത്ത് പോയിട്ട് പിന്നെ തിരിച്ചു വരുമെന്ന് പറഞ്ഞു. 3, ഈ ലോകം അവസാനിക്കുമെന്ന് പറഞ്ഞു. ഈ 3 സംഭവങ്ങളും ഒരു സംഭവമായിട്ടാണ് ഒരുപാട് പേര് വിചാരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ യെരുശലേം ശൂന്യമാകും, കർത്താവ് വരും, ലോകം അവസാനിക്കും, ഒറ്റ ദിവസം ഫിനിഷ്. ഒറ്റ ആൻസർ ഇല്ല, ഇതിന്റെ ഒറ്റ ആൻസർ പറയില്ലേ. ഇത് 3ഉം തമ്മിൽ തൗസൻഡ്സ് ഓഫ് ഇയേഴ്സിന്റെ ഡിഫറൻസ് ഉണ്ട്, വ്യത്യാസമുണ്ട്. ഒന്നാമത് പറഞ്ഞത് യെരുശലേം ശൂന്യമാകും. അപ്പൊ ശിഷ്യന്മാർ ചോദിച്ചു, അങ്ങയുടെ വരവിനും ലോകാവസാനത്തിനും ഉള്ള അടയാളം പറഞ്ഞുതരാമെന്ന് ചോദിച്ചു. ഇനി അടയാളം പറയൂ, ഓരോന്നിനും അടയാളം പറയാൻ പോവാം. അപ്പൊ അന്ന് യെരുശലേം ജനനിബിഡമാണ്. കുറെ കൂടെ വ്യക്തമായിട്ട് പറഞ്ഞാല് യെരുശലേം നഗരത്തിന് താങ്ങാൻ കഴിയുന്നതിനെക്കാട്ടിലും ഒരു 2.5 ലക്ഷം ആളുകൾ കൂടുതൽ ആ നഗരത്തിൽ അന്നേരം വന്നിട്ടുണ്ട്. അങ്ങനെ എന്താ ആളുകൾക്ക് ഈ നടക്കാൻ വയ്യാത്തപോലെ തിങ്ങി നിന്നിക്ക് യെരുശലേം. കാരണം ഉത്സവത്തിന് വേണ്ടി ആൾക്കാർ വന്നതാണ്. അപ്പൊ കർത്താവ് പറഞ്ഞു, ഈ ആലയിടിയും കല്ലിന്മേൽ കല്ല് ശേഷിക്കത്തില്ല. അത് കഴിഞ്ഞ് അതുകൊണ്ട് എപ്പോഴും യെരുശലേം ശൂന്യമാകത്തില്ല. അത് കഴിഞ്ഞ് യെരുശലേം ശൂന്യമാകും. യെരുശലേം ശൂന്യമാകുന്ന എപ്പോഴാണ്? സൈന്യങ്ങൾ യെരുശലേമിനെ വളയുന്നത് നിങ്ങൾ നോക്കും. വളയും നിങ്ങൾ നോക്കുമ്പോൾ സൈന്യങ്ങൾ വളയുന്ന കാണുമ്പോൾ ഒന്ന് വീട്ടിന്റെ മണ്ടയ്ക്ക് ആൾക്കാർ ഇപ്പൊ നമ്മളെപ്പോഴും നമ്മുടെ വീടിന്റെ മണ്ടയ്ക്ക് ഇരിക്കുകയാണോ? ടെറസുള്ളവരൊക്കെ അങ്ങനെ ചെയ്യും, കാണിക്കാൻ വേണ്ടി. അന്ന് ടെറസ് ഇല്ലല്ലോ, ടെറസ് ബിൽഡിംഗ്. പിന്നെ എങ്ങനെ വീടിന്റെ പുറത്തിട്ട് മണ്ടയ്ക്ക് ഇരിക്കുന്നത് എന്ന് പറയുന്നത്? കാരണം അവരുടെ വീടുകൾക്ക് ഒരു ആറ്റിക്സ് ഉണ്ട്. ആറ്റിക്സ് അറിയാമല്ലോ, യൂറോപ്യൻ കൺട്രീസിലൊക്കെ ഉണ്ടല്ലോ ഉള്ള ആറ്റിക്. കറക്റ്റ്. നമ്മുടെ പഴയ വീടുകൾക്കുണ്ട് ഒരു തട്ടുംപുറം. എല്ലാ യഹൂദനും സന്ധ്യയാകുമ്പോൾ തട്ടുപുറത്ത് കയറണം. കാര്യം സന്ധ്യയാകുമ്പോഴേക്കായിരിക്കും ഇരുട്ടാകുന്നവരായിരിക്കും ശത്രു സൈന്യങ്ങൾ വരുന്നത് ആക്രമിക്കാൻ. അങ്ങനെ വരുന്ന കാണുകയാണെങ്കിൽ അവൻ എന്ത് ചെയ്യുന്നറിയാമോ? അവന്റെ ആ തട്ടുംപുറത്ത് ഒരു കാള ഇരിപ്പുണ്ട്. കാളയോട് ഊതണം. എല്ലാവർക്കും അപകട സൂചന കൊടുക്കാൻ. ഒരാൾ കണ്ടെങ്കിൽ മറ്റൊരാളെ കണ്ടില്ലെന്നിരിക്കും. അതുകൊണ്ടാണ്. അപ്പം നിങ്ങള് വീട്ടിന്റെ മണ്ടയ്ക്ക് ഒരുത്തിന് ഇരിക്കുന്നെങ്കിൽ അവൻ താഴോട്ട് ഇറങ്ങരുത്. അവിടുന്ന് പുറത്തോട്ട് പോകാൻ ഒരു വഴിയുണ്ട്. കാര്യം നമ്മൾ ഈ 1-ാം നൂറ്റാണ്ടിലെ യെരുശലേമിന്റെ വീടിന്റെ സ്ട്രക്ചറിനെ പറ്റി അറിയുമ്പോഴേ ഇത് മനസ്സിലാകത്തുള്ളൂ, അല്ലെ? ഇപ്പൊ നമ്മൾ കോഴഞ്ചേരിയിലെ റാന്നിയിലെ വീടിന്റെ ബാക്കിലുള്ള നമ്മളിത് പറയുന്നത് മനസ്സിലാകത്തില്ല. ആ വഴി അങ്ങ് പൊക്കോണം, താഴോട്ട് ഇറങ്ങരുത് ഉടുപ്പെടുക്കാൻ. വയലിൽ നിന്ന് വരുന്നവൻ ഇത് കേട്ട് കഴിഞ്ഞാൽ, ഈ ശബ്ദം കേട്ട് കഴിഞ്ഞാൽ, സൈന്യങ്ങൾ യെരുശലേമിൽ വളയുന്ന കേട്ട് കഴിഞ്ഞാൽ ഒറ്റ സെക്കൻഡ് അവിടെ നിൽക്കാതെ ഓടിക്കോണം, എല്ലാവരും ഓടിക്കോണം. കർത്താവ് ഇത് പറഞ്ഞു കഴിഞ്ഞിട്ട് AD 135 ഹേഡ്രിയന്റെ കാലത്താണ്, എംപറർ ഹേഡ്രിയന്റെ കാലത്താണ്. വലിയ റോമാ സൈന്യം വന്നു യെരുശലേമിനെ കംപ്ലീറ്റ് ഇല്ലാതാക്കി, കുപ്പക്കുന്നാക്കി, അവിടെ ഒരു വീട് പോലും ശേഷിപ്പിക്കാതെ ഇടിച്ചു കളയുന്ന പർപ്പസോടുകൂടി വരികയാണ്. അപ്പം കർത്താവ് ഇത് പ്രവചിച്ചു, സൈന്യങ്ങൾ യെരുശലേമിനെ വളയുന്ന കാണുമ്പോൾ ഓടിക്കൊള്ളാൻ പറഞ്ഞു, പിന്നെ ഇരിക്കരുതെന്ന് പറഞ്ഞു. അങ്ങനെ അവർ യെരുശലേം വിട്ടുപോയി. ഒരുപാട് പേര് മലയിൽ കയറിപ്പോയി. ഒരുപാടെണ്ണം അവിടുന്ന് കിഴക്കോട്ട് ഓടി യൂഫ്രട്ടീസ് ക്രോസ് ചെയ്തിട്ട് മിഡിൽ ഈസ്റ്റിലോട്ട് പോയി. അത് 135 AD സംഭവിച്ച കാര്യമാണ്. അതിനുശേഷം യെരുശലേം ശൂന്യമായി പോയി.
ശൂന്യത, അത് ഭയങ്കര ശൂന്യത ഉണ്ടായത്. ഭയങ്കര ശൂന്യത. വീടുകളെല്ലാം പോയി, കെട്ടിടങ്ങളെല്ലാം നശിച്ചു, വയലെല്ലാം നശിച്ചു, എവരിത്തിങ്. അതാണ് സൈന്യങ്ങൾ യെരൂശലേമിനെ വളയുന്നു കാണുമ്പോൾ നിങ്ങൾ ഓടിപ്പോക്കോട്ടെന്ന് പറയുന്നത്. അതിനെപ്പറ്റിയാണ്, അത് നിങ്ങളുടെ ഓടിപ്പോക്ക് ശബത്തിലോ ശീതകാലത്തിലോ ആകാതിരിക്കാൻ സൂക്ഷിക്കാൻ എന്ന് പറയുന്നത്. ശബത്തിലാണെങ്കിൽ 2000 മുഴമേ ഒരു യഹൂദൻ യാത്രയാവും. അതിനപ്പുറം യാത്ര ചെയ്യാൻ പാടില്ല. ശീതകാലത്താണെങ്കിലോ ഈ തണുപ്പ് പിടിച്ച് അവനെങ്ങനെ ഓടും? അതിനെ പറ്റിയാ പറയുന്നത്. അന്ന് ഗർഭിണികൾക്ക് മുല കുടിക്കത്തുള്ള അയ്യോ കഷ്ടം. എല്ലാം വിചാരിക്കും എന്താ കർത്താവ് വരുമ്പം ഗർഭിണികൾക്ക് ഇങ്ങനെ പോകാൻ പറ്റുന്നേ? 10 സ്റ്റെപ്പ് കയറാൻ വയ്യാത്ത ഈ പെണ്ണുപിള്ള സ്വർഗത്തിൽ വരെ എങ്ങനെ പോകും? ഇനി അവിടെ ചെന്ന് പ്രസവിക്കാൻ പറ്റും? അവിടെ ഹോസ്പിറ്റലുണ്ടോ? മുല കുടിക്കുന്നവരെ കുഞ്ഞു പിള്ളേരും കൂടെ കയറി പോകാൻ പറ്റുമോ? ഇത് കർത്താവ് വരുമ്പോഴത്തെ കാര്യം അല്ല ഈ പറഞ്ഞത്. ഈ ഓടിപ്പോക്കിന്റെ സമയം അന്ന് ഒരു സ്ത്രീ ഗർഭിണിയാണെങ്കിൽ എങ്ങനെ ഓടിപ്പോവും? മുല കുടിക്കുന്ന കുഞ്ഞ് എങ്ങനെ പോകും? അതിനെപ്പറ്റിയാ പറഞ്ഞത്. അതാണ് പറഞ്ഞിരിക്കുന്ന വാക്യത്തിന്റെ അർത്ഥം. ഇത് റോമലേഖനം 11-ാം അധ്യായത്തിന്റെ 25-26 മാമ ഒന്ന് വായിക്കാമോ? ജാതികളുടെ പൂർണ്ണസംഖ്യ ചേരുവോളം ഇസ്രായേലിന് അംശമായി കാഠിന്യം ഭവിച്ചിരിക്കുന്നു. ജാതികളുടെ പൂർണ്ണസംഖ്യ ചേരുവോളം ഇസ്രായേലിന് അംശമായി. അടുത്ത വാക്യം കൂടെ ഉണ്ട്. വിടുവിക്കുന്നവൻ സിയോനിൽ നിന്ന് വരുവാൻ, യാക്കോബിൽ നിന്ന് അഭക്തി നീക്കിക്കളയും എന്ന. ഇങ്ങനെ ഇസ്രായേൽ മുഴുവനും രക്ഷിക്കപ്പെടും. വിടുവിക്കുന്നവൻ സിയോനിൽ നിന്ന് വരും, അവൻ യാക്കോബിൽ നിന്ന് അഭക്തിയെ മാറ്റും. ഞാൻ അവരുടെ പാപങ്ങളെ നീക്കുമ്പോൾ ഇത് ഞാൻ അവരോട് ചെയ്യുന്ന നിയമമെന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. It's a very, very, very profound matter. ഒന്നാമത്തെ കാര്യം, throughout the Old Testament period ഈ കാര്യം ആർക്കും അറിയത്തില്ല. ന്യൂ ടെസ്റ്റ്മെന്റ് പീരീഡിൽ നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് സുവിശേഷം പ്രസംഗിക്കുമ്പോൾ ഇതാരോടും പറഞ്ഞില്ല. തന്റെ 12 ശിഷ്യന്മാർക്കും ഇതിനെപ്പറ്റി അറിയത്തില്ല. ഇനിയും ആ ശിഷ്യന്മാരുടെ ഫോൾഡിൽ വരുന്ന അപ്പോസ്തലനായ പൗലോസ് എന്ന ഒരാളുണ്ട്. ഇദ്ദേഹം അറേബ്യൻ മരുഭൂമിയിൽ കർത്താവിനൂടെ 3 വർഷം ഇരുന്നു. അതുകൊണ്ടാണ് പറഞ്ഞത്, ഞാൻ കർത്താവിൽ നിന്ന് പ്രാപിക്കുകയും നിങ്ങൾ കേൾപ്പിക്കുകയും തരികയും ചെയ്തെന്നാൽ. ഇനിയും പ്രമാണികൾ ആരും എന്നെ പഠിപ്പിച്ചിട്ടില്ല. ഞാൻ അപ്പോസ്തലനായത് പ്രമാണികൾ എന്നെ ആക്കിയതല്ല. എന്നെ കർത്താവ് നേരിട്ട് അപ്പോസ്തലനാക്കി പഠിപ്പിച്ച അപ്പോസ്തലനാക്കിയതാണ്. അപ്പൊ താൻ എന്ത് ചെയ്യുന്നറിയാമോ? മറ്റ് അപ്പോസ്തലന്മാർക്ക് അറിയാൻ വയ്യാത്ത കാര്യങ്ങൾ തന്റെ പ്രസംഗ വിഷയം പ്രോബ്ലമായി. എന്തുകൊണ്ടാണ് അവര് പ്രസംഗിക്കാത്ത കാര്യം പൗലോസ് പ്രസംഗിക്കുന്നു? അവസാനം പൗലോസിന് ഇത് പറയേണ്ടി വന്നു. അത് നമ്മൾ എഫെസ്യൻസിൽ വരുന്നുണ്ട്. To me who am lesser than the least of all saints is this grace given to speak to the Gentiles the unsearchable riches of Christ, which was hidden in the heart of God from time immemorial. ലോകസ്ഥാപനത്തിന് മുമ്പ് ദൈവത്തിൻ്റെ തിരുഹൃദയത്തിൽ മറഞ്ഞു കിടന്ന ഒരു മർമ്മത്തിന്റെ രഹസ്യം, അത് എനിക്ക് ജാതികളോട് പ്രസംഗിക്കാൻ ഈ കൃപ ലഭിച്ചു. ഐ എം ദി ഓൺലി വൺ പേഴ്സൺ ഹു ഹാസ് ബീൻ ഗിവൺ ദിസ് ഗ്രൂപ്പ്. സോറി, എനിക്ക് മാത്രമേ ഈ കൃപ ലഭിച്ചുള്ളൂ. അപ്പൊ ഇതിനെപ്പറ്റി പൗലോസ് ധാരാളമായിട്ട് പ്രസംഗിക്കാൻ തുടങ്ങിയപ്പോൾ പത്രോസ് പറഞ്ഞു, നമ്മുടെ സഹോദരനെ പൗലോസ് ഈ കാര്യത്തെ പറ്റി പറയുന്നുണ്ട്, എഴുതിയിട്ടുണ്ട്. എനിക്ക് വായിച്ചിട്ട് വലിയ പിടിയൊന്നും കിട്ടിയില്ല. എനിക്ക് പിടിയൊന്നും കിട്ടിയില്ല. അപ്പൊ ഇനി നമുക്ക് പൗലോസിന്റെ എല്ലാ ലേഖനങ്ങളും എടുത്തിട്ട് പിന്നെ പത്രോസ് വരുന്നിടത്തോട്ട് വരണം. അപ്പോഴേ ഈ പറയുന്ന കാര്യം മനസ്സിലാകത്തുള്ളൂ. മുഴുവൻ ഇപ്പൊ ഈ ക്ലാസ്സിൽ നിന്ന് പഠിപ്പിക്കാൻ പറ്റുമോ? അതിനാ നമ്മൾ ഈ സിസ്റ്റമാറ്റിക് ബൈബിൾ സ്റ്റഡി എന്ന് പറയുന്ന പ്രോഗ്രാം നടത്തുന്നത്. ചേരാനും മര്യാദക്ക് വന്നിരുന്ന് പണ്ടത്തരങ്ങൾ പിടിച്ച് നടന്നുകൊണ്ടിരിക്കാൻ, മണ്ടത്തരങ്ങൾ നടന്നുകൊണ്ടിരിക്കാതിരിക്കാൻ.
നമുക്ക് ടോപ്പിക്സിലേക്ക് വരാം. നമ്മുടെ ഈ ക്വസ്റ്റിനോട് നമ്മുടെ ഈ സെഷൻ അവസാനിപ്പിക്കല്ലേ? അതെ, ചോദ്യങ്ങളുണ്ട്. നമ്മുടെ ടൈം ലിമിറ്റ് തോന്നുന്നു ഈ സെഷൻ. ടൈം ഒരു 5 മിനിറ്റിനകം തീരും. അപ്പൊ 5 മിനിറ്റ് ഏതായാലും വേണം ഇത് ഉത്തരം പറയാൻ വേണ്ടി. ചിലപ്പോൾ ക്രോസ് ചെയ്തെങ്കിലേ ഉള്ളൂ. ഓക്കെ. ദൈവം ഈ ആകാശം ഭൂമിയെ സൃഷ്ടിച്ച് മനുഷ്യനെ സൃഷ്ടിക്കുമ്പോൾ ദൈവത്തിന്റെ പേർപ്പസ് മനുഷ്യൻ യുഗങ്ങളോളം കർത്താവിനോട് വാഴണം, മരിക്കണം എന്നുള്ളതല്ല. ഒരു ടൈം ആകുമ്പം ആ പോപ്പുലേഷൻ ഇൻക്രീസ് നിൽക്കുകയും ചെയ്യും. അതേ പർപ്പസിലേക്ക് ദൈവം തിരിച്ചു വരുന്നുണ്ട്, ലാസ്റ്റ് വരുന്നുണ്ട്, പോപ്പുലേഷൻ ഇൻക്രീസ് ചെയ്ത് നിൽക്കും. അപ്പോൾ മനുഷ്യൻ ആ പ്രാണിൽ നിന്ന് വീണു പോയതുകൊണ്ട് മനുഷ്യനെ റീഇൻസ്റ്റേറ്റ് ചെയ്യുന്നതിന് വേണ്ടി ദൈവപുത്രൻ ഭൂമിയിൽ വരുന്നതിന് വേണ്ടി, ദൈവത്തിന്റെ ഭൂമിയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തതിന് വേണ്ടി ഒരു ഫാമിലിയെ ദൈവം തിരഞ്ഞെടുക്കുന്നതാണ് അബ്രഹാമിന്റെ ഫാമിലിയായ ഇസ്രായേൽ എന്ന് പറയുന്നത്. അപ്പൊ അവരെ ദൈവം വിളിച്ചത് സ്വാഭാവിക ഒലിവ് വൃക്ഷമെന്നാണ്. ഗോഡ്സ് ഫാമിലി. ആ ഗോഡ്സ് ഫാമിലിയിൽ കുറെ അധികം ബ്രാഞ്ചസ്, ഇൻഡിവിജ്വൽസ്. ഈ വാഗ്ദത്ത മെസ്സിയെ അവർക്ക് തിരിച്ചറിയാനോ വിശ്വസിക്കാനോ കഴിഞ്ഞില്ല. അങ്ങനെയുള്ളവരെല്ലാം ആ ഹോളി ഫാമിലിയിൽ നിന്ന് ഒടിഞ്ഞുപോയി. റോമാലേഖനം തന്നെ പറയുന്നുണ്ട്, അവിശ്വാസത്താൽ അവർ ഒടിഞ്ഞുപോയി, അവർ നീക്കിക്കളഞ്ഞു. പക്ഷെ യേശുക്രിസ്തുവിനെ ദൈവപുത്രനാണെന്ന് വിശ്വസിക്കാൻ നോൺ ജ്യൂസ് ജെന്റൈൽസിന് കഴിഞ്ഞു. ജെന്റൈൽസ് കഴിഞ്ഞപ്പം അവരെന്ത് ചെയ്തു? അവര് വൈൽഡ് ഒലീവാണ്, കാട്ടൊലിവാണ് വേദോസ്തവത്തിന്റെ ഭാഷയിൽ. അവരെ അവിടുന്ന് ഒടിച്ചു കൊണ്ടുവന്ന് ഈ നാട്ടൊലിവോട് ചേർത്ത് ഒട്ടിച്ചു. അപ്പൊ നമ്മള് സ്പിരിച്വലി നമ്മൾ യഹൂദൻ എന്ന ഫാമിലിയോട് ഗ്രാഫ്റ്റ് ചെയ്യപ്പെട്ടവരാണ്. രണ്ട് ചർച്ചസ് ഇല്ല, രണ്ട് ദൈവമക്കളില്ല, ഒരു ദൈവമക്കളേ ഉള്ളൂ, ഒരു ഭവനമേ ഉള്ളൂ. ഭവനത്തോട് നമ്മളെ കൊണ്ടുവരിക. കൊണ്ടുവരുന്നറിയാമോ? ഈ നാച്ചുറൽ ഒലിവ് ട്രീയിൽ നിന്ന് എത്ര കോടി, എത്ര ബില്യൺ അങ്ങനെ എടുക്കാം ബ്രാഞ്ചസ് ഒടിഞ്ഞു പോയോ, അത്രയും ബ്രാഞ്ചസ് എവിടുന്ന് കൊണ്ടുവരണം? കൊണ്ടുവരണം. അപ്പം ജാതികളുടെ പൂർണ്ണ സംഖ്യ അത് ഈ വന്ന് ചേരണം. അത് ചേരുന്നത് വരെ ഇസ്രയേലിന് കാഠിന്യം സംഭവിച്ചിരിക്കുക, ഹാർഡ് ഹാർട്ടഡ്നെസ് കൊടുത്തിരിക്കുക. എങ്ങനെ? ഭാഗികമായി, പൂർണ്ണമായിട്ടല്ല, അംശമായി കാഠിന്യം സംഭവിച്ചിരിക്കുന്നു. അപ്പം അത് എത്ര പേരെ ഇനി ജോയിൻ ചെയ്യാൻ ബാക്കിയുള്ളൂ ആർക്കേ അറിയത്തുള്ളൂ. That's a mystery in the heart of God. അപ്പം ഇങ്ങനൊരു കാര്യം ഉണ്ടെന്നുള്ളത് കർത്താവ് പറഞ്ഞില്ല, അപ്പോസ്തലന്മാർക്ക് അറിയത്തില്ല, ഒരാൾക്ക് മാത്രമേ വെളിപ്പെട്ടുള്ളൂ. അദ്ദേഹം അത് ബാക്കിയുള്ളവർക്ക് എല്ലാവർക്കും പറഞ്ഞു കൊടുക്കുകയും സഭയെ പഠിപ്പിക്കുകയും ചെയ്തു. അപ്പൊ സഭ എന്ത് ചിന്തിക്കുന്നത്? നമ്മൾ ജെന്റൈൽസ് ആണ്, നമ്മൾ യഹൂദന്മാരല്ല. ദൈവത്തിന് ഒരു ഫാമിലിയേ ഉള്ളൂ, അത് നാച്ചുറൽ ഒലിവ് ട്രീ. ഈ നാച്ചുറൽ ഒലിവ് ട്രീയിൽ ഇനി എത്ര എണ്ണം കൂടെ വേക്കൻസി ഉണ്ടെന്ന് നമുക്ക് അറിയത്തില്ല. പക്ഷെ ആ വേക്കൻസി തികയുന്ന അന്ന് ഇവിടേക്ക് കയറുക വരിക എന്ന കാഹളധ്വനി സ്വർഗത്തിൽ നിന്നുണ്ടാവും. എന്താണ് വേക്കൻസി ഫില്ലാകുന്നെന്ന് പിതാവിനല്ലാതെ പുത്രനും സ്വർഗത്തിലെ ദൂതന്മാരും അറിയില്ല. അത് ദൈവത്തിന്റെ തിരുഹൃദയത്തിൽ ഒരു മിസ്റ്ററിയാണ്, മർമ്മമാണ്. അപ്പോ ഇപ്പോ യഹൂദന്മാർക്ക് അംശമായി കാഠിന്യം സംഭവിച്ചത്, ഹാർഡ് ഹാർട്ടഡ്. ഏത് കാര്യം വരുമ്പം, മശിഹ എന്ന കാര്യം പറയുമ്പം ഹാർഡ് ഹാർട്ടഡാ. ആ ആളല്ല മശിഹ. അത് ബേത്ലഹേമിൽ ജനിച്ച് നസറേത്തിൽ വളർന്ന് യെരുശലേമിൽ ക്രൂശിക്കപ്പെട്ട ആള് ഞങ്ങളുടെ മശിഹ അല്ല. അയാളെ കേൾക്കുമ്പോൾ ഇവർക്ക് ദേഷ്യമാണ്. കാഠിന്യം സംഭവിച്ചിരിക്കുന്നു. വിടുവിക്കുന്നവൻ സിയോനിൽ നിന്ന് വരും. അപ്പൊ എന്തു ചെയ്യും?
ഈ ഫാമിലി കംപ്ലീറ്റ് ആയി കഴിയുമ്പം യാക്കോബിൽ നിന്ന് അകൃത്യം നീക്കിക്കളയും. യാക്കോബ് എന്നും ഇസ്രയേൽ എന്നും രണ്ട് പ്രയോഗങ്ങൾ ഇപ്പം ന്യൂ ബൈബിൾ കൂടെ പറയുന്നുണ്ട്. അത് വേദപുസ്തകം പഠിക്കുന്ന പാസ്റ്റർമാർ അല്ലെങ്കിൽ ശുശ്രൂഷമാർ മനസ്സിലാക്കാൻ വേണ്ടി നമ്മൾ അങ്ങോട്ട് നമ്മുടെ ചോദ്യത്തിൽ വരുന്നില്ലെങ്കിൽ കയറി പറയുന്നത്. ഇസ്രയേൽ എന്ന വേർഡിന്റെ അർത്ഥം ദി റിഡീംഡ് സ്റ്റേറ്റ് ഓഫ് ദ ജ്യൂസ് എന്നാണ്. എന്ന് പറഞ്ഞാൽ മശിഹായെ അംഗീകരിക്കാൻ, ദൈവത്തോട് റിപ്പന്റ് ചെയ്യാൻ, ദൈവത്തിന്റെ ന്യായപ്രമാണം അനുസരിക്കാൻ തയ്യാറായ യഹൂദന്മാരെ ഇസ്രയേൽ എന്നും അൺറിഡീംഡ് അൺറിപ്പൻഡിങ് സ്റ്റേറ്റ് ഓഫ് മൈൻഡിൽ ഇരിക്കുന്നവരെ യാക്കോബ് എന്ന് വിളിക്കും. അതുകൊണ്ട് യെശയ്യാപ്രവചനം പറയുമ്പം യാക്കോബെ നീ പറയുകയും ഇസ്രയേലിൽ നീ സംസാരിക്കുകയും ചെയ്യുന്നത് എന്ത്? യാക്കോബെ ഇസ്രയേലെ, യാക്കോബെ ഇസ്രയേലെ. ഇങ്ങനെ പറയാൻ കാര്യം അറിയാമോ? യാക്കോബെ എന്ന് പറയുമ്പോൾ യു ആർ ഇൻ യുവർ അൺറിപ്പൻഡഡ്, മാനസാന്തരപ്പെടാത്ത മാനസികാവസ്ഥയും, ഇസ്രയേൽ എന്ന് പറയുമ്പം മാനസാന്തരപ്പെട്ട മാനസികാവസ്ഥയും. അപ്പം ദൈവം തീരുമാനിച്ചിരിക്കുകയാണ് എന്ത് ചെയ്യാൻ? ഒരു ദിവസം ഇവരുടെ അകൃത്യം മുഴുവൻ നീക്കും, വിടുവിക്കുന്നവൻ സിയോനിൽ നിന്ന് വരും. സിയോനിൽ നിന്ന് വരുമ്പോ ആ വിടുവിക്കുന്നവനെ മശിഹായി ഇവർ കാണും, കുത്തിയമുകളിലേക്ക് നോക്കി കാണും. കണ്ടു കഴിയുമ്പം അവരുടെ അകൃത്യം മുഴുവൻ ദൈവം നീക്കും. എന്താ അവരുടെ ആകെയുള്ള അകൃത്യം? കർത്താവിനെ അംഗീകരിച്ചില്ല. അകൃത്യം നീക്കും. നീ കഴിയുമ്പം വൺ ഫാമിലി ആയിട്ട്, ഏത് പഴയ നിയമ യഹൂദനും ഇന്ന് ജീവിക്കുന്ന യഹൂദന്മാരും യേശുക്രിസ്തുവിന്റെ സഭയായ നമ്മളും ഒരു ഫാമിലിയായി ഈ ഭൂമിയിൽ വീണ്ടും 1000 വർഷം ജീവിക്കും. നമ്മൾ സ്വർഗത്തിലേക്ക് തിരിച്ചു പോകുന്നത്, നമ്മൾ സ്വർഗത്തിൽ നിന്നാണ് വരുന്നത്. സ്വർഗത്തിലേക്ക് തിരിച്ചു പോകുന്നതിന് മുമ്പ് ഈ ഭൂമിയിൽ 1000 വർഷം വൺ ഫാമിലിയായിട്ട് ജീവിക്കും. ഒരു കുടുംബം എന്ന് പറയുമ്പോൾ മനസ്സിലാക്കണം, ഒരു ഡീസന്റ് ആയ കുടുംബത്തിൽ അപ്പനുണ്ടായിരിക്കും, അമ്മയുണ്ടായിരിക്കും, മക്കളുണ്ടായിരിക്കും, മക്കൾ കല്യാണം കഴിച്ചുകൊണ്ട് വന്ന പെൺമക്കളുണ്ടായിരിക്കും. അങ്ങനെ ഒരു ഡീസന്റ് ഫാമിലി. പിതാവായ ദൈവം, പുത്രനായ ദൈവം, പരിശുദ്ധാത്മാവായ ദൈവം, ദൈവകുഞ്ഞാടിന്റെ പുത്രനായ മണവാട്ടി സഭ, പിതാവിന്റെ ഭവനക്കാരായ ഇസ്രയേൽ ജാതി, തന്റെ സ്വന്തം ഭവനം. ഇത്രയും പേര് കൂടി പുതുവാന ഭൂമി എന്ന് പറയുന്ന ഒരു സംഗതി ഉണ്ടാക്കിയിട്ട് ഈ ഭൂമിയിൽ താമസിക്കാൻ വരുമ്പം ദൈവത്തിന്റെ റെസിഡൻഷ്യൽ അഡ്രസ് മാറ്റും. പിതാവായ ദൈവം സ്വർഗത്തിൽ എവിടെ വരും? ഈ ഭൂമി വരും. ആരോട് വാഴാൻ? നമ്മുടെ കൂടെ താമസിക്കും. ഇതാ മനുഷ്യനോടുകൂടി ദൈവത്തിന്റെ കൂടാരം. അവന്റെ ഭക്തന്മാർ അവന്റെ മുഖം കാണും. അതാണ് പുതുവാന ഭൂമി എന്ന് പറയുന്നത്. അതായത് എൻഡ് സ്റ്റേജ്. ആ എൻഡ് സ്റ്റേജിന് മുമ്പ് നടക്കുന്നതാണ്. അതല്ല എൻഡ് സ്റ്റേജ് ശരിക്കും കേട്ടോ. വൺ സ്റ്റേജ് ബിഫോർ ദ എൻഡ് ആണത്. അപ്പം എൻഡ് സ്റ്റേജിന് മുമ്പ് നടക്കുന്ന ഒരു കാര്യമാണ് കർത്താവ് തിരിച്ചു വന്ന് യഹൂദന്മാരുടെ അകൃത്യം മുഴുവൻ പോക്കിയിട്ട് അവരും നമ്മളും ഒരു ഫാമിലിയായിട്ട് ഈ ഭൂമിയിൽ ജീവിക്കുന്നുള്ളത്. അതിനെ പറ്റിയാണ് റോമാലേഖനം 11-ാം അധ്യായത്തിന്റെ 25-26 വാക്യങ്ങൾ പറയുന്നത്. ടൈം ലിമിറ്റ്. Yes. Yeah. Okay. So thank you very much for that amazing answer. ആദ്യമായിട്ടാണ് ഇതുപോലെ ഒരു എക്സ്പ്ലനേഷൻ കേൾക്കുന്നത്. നമ്മുടെ സെഷൻ നമുക്ക് ക്ലോസ് ചെയ്യാം. ഈ സെഷൻ ഇതോടുകൂടെ ക്ലോസ് ചെയ്യാണ്. പ്രേക്ഷകരിൽ നിന്ന് നമുക്ക് വളരെയധികം ചോദ്യങ്ങൾ ലഭിക്കുന്നുണ്ട്. തുടർന്നുള്ള സെഷനുകളിൽ ആ ചോദ്യങ്ങൾക്കുള്ള മറുപടി സാറ് നൽകുന്നതാണ്. തുടർന്നുള്ള നിങ്ങളുടെ ചോദ്യങ്ങളും സംശയങ്ങളും സ്ക്രീനിൽ കാണുന്ന ഫോൺ നമ്പറിൽ വോയിസ് മെസ്സേജ് ആയിട്ടോ ടെക്സ്റ്റ് മെസ്സേജ് ആയിട്ടോ അയക്കാവുന്നതാണ്. മേ ഗോഡ് ബ്ലെസ് യു ഓൾ.